കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് റൂഫസ് ഡിസൂസയ്ക്ക് സമ്മാനിക്കും. കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കഴിഞ്ഞ 60 വർഷമായി ഫുട്ബോൾ പരിശീലന രംഗത്തുള്ള റൂഫസ് ഡിസൂസയ്ക്ക് സമ്മാനിക്കുമെന്ന് ഡയറക്ടർ സ്റ്റീഫൻ ആന്റണി കല്ലറക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റീഫൻ ആന്റണി കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ ഗ്രാസ് റൂട്ട് ഫുട്ബോളിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ 2024 നമ്മൾ അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. ആദ്യത്തെ വർഷം നമ്മൾ 4 പേർക്കാണ് അവാർഡ് കൊടുത്തത്. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 120 പേർക്കാണ് അവാർഡ് കൊടുത്തത്. അതായത് 80 പെൺകുട്ടികളുണ്ട്. ഈ വർഷം നമ്മുടെ പ്രധാന അവാർഡ് ദാന ചടങ്ങ് നവംബറിലായിരിക്കും. അത് എറണാകുളം വെച്ചിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ഇപ്പോൾ 8-ാം തീയതി കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭൂസംഘടനയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്ന കാര്യമില്ല. കാരണം അദ്ദേഹം ഈ മേഖലയിൽ കഴിഞ്ഞ 56-60 വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നത്. അത് 25,000 രൂപയിൽ മുമ്പിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ 2028 കൂടി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ പറഞ്ഞല്ലോ ഒരു 70,000-ൽ കൂടുതൽ കിലോമീറ്ററാണ് ഞാൻ എന്റെ വൈഫും കൂടെ കേരളത്തിൽ ട്രാവൽ ചെയ്യുന്നത് ഈ ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോളിനെ മനസ്സിലാക്കാൻ വേണ്ടി. ആ യാത്രയിലാണ് ഞങ്ങൾ 200 പേരുടെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഇനി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ വലുതും ചെറുതുമായ 100 കണക്കിന് അക്കാദമികളുണ്ട്. പക്ഷെ നല്ല അക്കാദമികളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഫീസ് കൊടുക്കും. പക്ഷെ സാധാരണക്കാരായ കുട്ടികൾക്ക് അത്രയും വലിയൊരു ഫീസ് കൊടുത്ത് ഒരു അക്കാദമിയിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഫുട്ബോളിലേക്ക് കടന്നു വരുന്ന 99% കുട്ടികളും ബിലോ ഇൻകം കാറ്റഗറിയിലെ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മക്കളായിരിക്കും, കൂലിപ്പണിക്കാരുടെ മക്കളായിരിക്കും, ബേക്കറി ജോലി ചെയ്യുന്നവരുടെ മക്കളായിരിക്കും. അവർക്കൊന്നും ഇത്രയും വലിയൊരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പല കറൻസികളിലും ആ ഒരു എക്സാക്ട് സ്ഥലം വരെ എത്താറില്ല. ഒരു 15-16 വയസ്സായി കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം ഔട്ടായി പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കുട്ടികളെ കണ്ടെത്തി അവരെ ഒരു 15 വർഷം ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് 2028 തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു PDI പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു 10 മിനിറ്റ് സമയം, ഒരു ഫുട്ബോൾ പ്രേമി ഒരു 10 മിനിറ്റ് സമയം ഞങ്ങളുടെ ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരാൾ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ഒരു 6 പൈസയാണ് കിട്ടുക. പക്ഷെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 20-30 ലക്ഷം പേര് നമ്മളോടൊത്ത് ചേരുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ഒരു ദിവസം 1.5 ലക്ഷം രൂപ വരെ അവിടുന്ന് ജനറേറ്റ് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുക. 25,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ശനിയാഴ്ച വൈകിട്ട് 5-ന് ഫോർട്ട് കൊച്ചി YMC ഹാളിൽ നടക്കുന്ന അനുമോദന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സന്തോഷ് ട്രോഫി താരങ്ങൾ, അന്തർദേശീയ താരങ്ങൾ, ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് സ്റ്റീഫൻ ആന്റണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറന്റ് ഉണ്ട്.